വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ബ്രെഡ് വിവിധമായി വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കുക്കറി ക്ലാസ് നോക്കിക്കോ. ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പീഡേ ബ്രെഡ്, അങ്ങനെ കുറേ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ബ്രെഡൊക്കെ നിങ്ങൾ കണ്ടിട്ട് ബേക്കിംഗ് പഠിക്കണം, ഇങ്ങനെ ബ്രെഡ് ഉണ്ടാക്കി പഠിക്കണം, ബ്രെഡ് ഉണ്ടാക്കി വീട്ടിൽ കഴിക്കണം, ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഞങ്ങളെ വീഡിയോസ് നോക്കാം. ഓയിൽ 30 grams, salt 5 grams, sugar 30 gram, yeast 50 grams, milk 50 milliliter, lukewarm water 300 milliliter, maida 500 gram. ഹായ് ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഡെറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രെഡ് ഉണ്ടാക്കാൻ അറിയോ? അപ്പൊ ഞാൻ ഈസി ആയിട്ട് എങ്ങനെ ബ്രെഡ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ ടർക്കിഷ് പീഡയാണ്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണേ നോക്കി നോക്കാം. ഇനി നമ്മുടെ പാലിലേക്ക് നമുക്ക് നമ്മുടെ ലൂക്ക് വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു മെഷറിംഗ് സ്കെയിൽ എടുത്തിട്ട് 100 grams ഓഫ് പാല് വെള്ളം അളന്ന് വെക്കാം. ഇനി അളന്ന് വെച്ചേക്കണ പാലും വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഷുഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയി വരില്ല. ഇനി നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കി എടുത്താലോ. ഇനി നമുക്കത് മൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രോസസ്സിലേക്ക് എടുക്കാം. അളന്ന് വെച്ച മൈദയിലേക്ക് അളന്ന് വെച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാ സ്ഥലത്തും ഉപ്പ് എത്താൻ വേണ്ടി. നമ്മുടെ അടുത്ത പ്രോസസ്സിന് വേണ്ടി ഞാൻ എൻ്റെ മൈദയിലേക്ക് ഒരു കിണർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് കിണറുണ്ടാക്കണം. കുഞ്ഞ് കിണറുണ്ടാക്കി വിചാരിച്ചു അന്ന് ഇച്ചിരി കൂടി വലിയ കിണറുണ്ടാക്കാൻ. അപ്പോൾ കുറച്ചും കൂടി വലിയ കിണറുണ്ടാക്കി അതിന് നന്നായി ഒന്ന് സ്റ്റൈലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ, വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട്. ഇനി നമ്മൾ അളന്ന് വെച്ചപ്പോൾ ബാക്കി വന്ന പാല് നമുക്ക് ഈ കിണറിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ പിന്നെ കുറയ്ക്കണ്ട, കുറച്ച് എണ്ണയും കൂടി ആ കിണറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിപ്പോൾ ഇട്ടിട്ട് നമുക്ക് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. ഈസ്റ്റ് ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടാം. നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്തിടാഞ്ഞു. ആ ഈസ്റ്റ് അങ്ങ് മേലോട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ ബ്രെഡിൻ്റെ ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ്. ഈസ്റ്റില്ലാതെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് പൊങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് പൊങ്ങി വരുന്ന കാണാൻ നല്ല ക്ലൗഡ് പോലെ ഇരിക്കുന്ന ഈസ്റ്റ് നമുക്ക് നമ്മളുടെ ആ മിക്സറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ ഈസ്റ്റിൽ പറഞ്ഞൊരു ഫംഗിയാണ്. അപ്പോൾ ഈ ഫംഗി നമ്മുടെ ബ്രെഡിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈസ്റ്റില്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇതിലേക്ക് ഇങ്ങനെ കൈയിട്ട് ഇളക്കണ സമയത്ത് ഈ ക്ലൗഡ്സിൽ ഇങ്ങനെ ഇട്ട് കൈയിട്ട് ഇളക്കണ പോലെ തോന്നും. കാരണം അത്രയും സോഫ്റ്റായിട്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ പണിയിലേക്ക് തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ ഇന്നൊന്നും നടക്കാൻ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതാണ്ട് അരികത്തു നിന്നുള്ള മതിലൊക്കെ മുഴുവനുമായി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ ഈ യുദ്ധം കാരണം. അപ്പോൾ മതിലൊക്കെ തകർത്തിട്ട് ദാണ്ടെ മിക്സാക്കി തുടങ്ങി. അപ്പോൾ ഇനി നന്നായി ഇത് സ്മൂത്താക്കി മിക്സ് ആക്കണം. ഉരുട്ടി ഒരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് നമുക്ക് നന്നായി എണ്ണ അങ്ങോട്ട് പരട്ടി കൊടുക്കാം. ഇനി നമുക്ക് മൈദ ഒന്ന് പൊക്കത്ത് വെതറിയിട്ട് നമുക്ക് പാനിൽ കൂടെ മൈദ എങ്ങനെ സ്ലൈഡാക്കി കൊടുക്കാം. അതെങ്ങനെ വേണ്ട സ്നോഫോൾ പോലെ ഇപ്പോൾ വീണ് കാണാം. നല്ല രസം അങ്ങനെ വീണ കാണാൻ, ഒരു എസ്തറ്റിക് ലുക്ക് പോലെ. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ ബ്രെഡ് അതിലേക്ക് വെക്കുമ്പോൾ ഒട്ടാതിരിക്കാനാണ്. ഇപ്പോൾ ബ്രെഡ് കൂട്ടം നല്ല വലുതായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടനിലേക്ക് ഇച്ചിരി മൈദപ്പൊടി അങ്ങോട്ട് പൊക്കത്തേക്ക് വെതറി കൊടുക്കാം. മൈദേനെ നമ്മൾ ബോർഡിലേക്ക് എടുത്തിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ സ്പൈഡർമാൻ്റെ സ്പൈഡർ വെബ് പോലെ പൊക്കത്തു നിന്ന് ഇതാ ഇങ്ങനെ പൊട്ടി വരണ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ പ്ലെയിനിൽ ലാൻഡിങ് ചെയ്യാൻ പോവാണ്. ദാണ്ടെ ലാൻഡ് ആവുന്നു, ലാൻഡ് ആയിരിക്കുന്നു. ബാക്കിയുള്ളതും കൂടി നമുക്ക് അങ്ങോട്ട് പഠിച്ചു. നമുക്ക് കുറച്ച് മൈദ പൊക്കത്ത് വെതറി കൊടുക്കാം. ഇനി നമുക്ക് ഡോ ഒന്ന് നന്നായി നീടാക്കി കൊടുക്കാം. ഒരു സോഫ്റ്റ് ടെക്സ്ചർ വരുന്ന വരെ നന്നായി നമുക്ക് നീടാക്കി കൊടുക്കണം. ദാണ്ടെ നമ്മളൊരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മൈദ നമുക്ക് പൊക്കത്ത് വെതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്നൊരു ഭംഗി കുട്ടപ്പനാക്കി എടുക്കാം, ഇച്ചിരി പൗഡറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഫാസ്റ്റാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഡോ ഒന്ന് മുറിച്ചെടുക്കാം. കാരണം നമ്മളിന്ന് ഹച്ചാപൂരിയും പീഡയുമാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ബ്രെഡിനെ നമുക്ക് മുറിച്ചെടുക്കാം. പീഡയ്ക്കുള്ള ഡോയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. നമുക്ക് ആ ഡോയൊന്ന് നമുക്ക് നന്നായി ഒന്ന് ശരിയാക്കി എടുക്കാം. ദാണ്ടെ ഒരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ റോളിംഗ് പിൻ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആ റോളിംഗ് പിന്നെടുത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് പരത്തി കൊടുക്കാനുണ്ട്. നമുക്ക് റോളിംഗ് പിന്നെടുത്തിട്ടൊന്ന് നന്നായി പരത്തി കൊടുക്കാം.
നമുക്ക് നമ്മളുടെ ബട്ടർ ഒന്ന് മേലെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക, ക്രിസ്പി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. ഒരു ഡിസൈനും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആ ഡോയിനെ എടുത്ത് നമുക്കൊന്ന് വെറുതെ ഒന്ന് ശല്യപ്പെടുത്താം. അപ്പോൾ ഒരു കത്തി എടുത്ത് നമുക്കൊരു വെറുതെ ഒരു സിമ്പിൾ ഡിസൈൻ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ അതാണ്ട് ഒരു കുഞ്ഞ് ഡിസൈൻ വന്നിട്ടുണ്ട്. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വൈറ്റ് സെസമിനെ എൻ്റെ പൊക്കത്ത് വെതറി കൊടുക്കാം, കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി. ബാക്ക് ടു പോയിന്റ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബ്ലാക്ക് സെസമീൻ കൂടി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് പാനിലേക്ക് എടുത്ത് വെക്കാൻ വന്ന സമയത്ത് ലിറ്ററലി എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു. കാരണം അതിൻ്റെ ഷേപ്പ് പോയി സ്ട്രെച്ച് ആവുമെന്നുള്ള പേടി. അപ്പോൾ എല്ലാം ശരിയായി വന്നു. ഇനി അടുത്ത ബ്രെഡിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മൾ ഡോ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഹച്ചാപൂരിയാണ്. എടുത്തിട്ടുണ്ട്. ഇനി ഹച്ചാപൂരിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്കത് ഉണ്ടാക്കി കൊണ്ടുവരാം. ഹച്ചാപൂരിനെ എടുത്ത് നമുക്ക് നമ്മളുടെ പാനിലേക്ക് വെക്കാൻ അത്ര കഷ്ടപ്പാടുണ്ടായി. ഞാൻ അതിൻ്റെ രണ്ടറ്റം വെച്ച് ഞാൻ പൊക്കിയെടുത്ത് വെച്ചു. നമുക്കൊരു ഫോക്ക് വെച്ചിട്ട് നടുക്കിൽ ഇങ്ങനെ വെറുതെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ ക്രസ്റ്റ് ഭാഗത്ത്, അതായത് സൈഡ് ഭാഗത്ത് നമുക്ക് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നടുക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവിടെ നിന്ന് ക്രസ്റ്റി ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് സൈഡ് മാത്രം മതി. അപ്പോൾ സൈഡ് നല്ല ക്രസ്റ്റി ആയിട്ട് വരും. ഇനി നമുക്ക് വൈറ്റ് സെസമീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലാക്ക് സെസമീൻ ഇടാൻ പോവുകയാണ്. മൂമെൻറ്റ് ബിഫോർ ഗോയിങ് അവനാണിത്. 25 minutes 200 ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്കാക്കാൻ പോണേ. അപ്പോൾ അത്രയും നേരത്തേക്കും ബ്രെഡിനൊരു ബൈ. അവനിൽ സൂക്ഷിച്ചിരിക്കാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. അതാണ്ട് പുറത്തിറങ്ങിക്കേ. അപ്പം നമ്മുടെ പീഡേ ബ്രെഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഹച്ചാപൂരി ബ്രെഡിൻ്റെ കുറച്ചും കൂടി പണികൾ തീർക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതാണ്ട് നമ്മളുടെ ബ്രെഡൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. വാവ്, കാണാൻ നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടി പൈ ആയിട്ടുണ്ട് കാണാൻ. അപ്പം നമുക്ക് നമ്മളുടെ ഹച്ചാപൂരി ബ്രെഡിൻ്റെ നടുക്കിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ബ്രഷ് വഴിക്ക് വിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പ്രോസസ്ഡ് ചീസ് ഗ്രേറ്റ് ആക്കി വെച്ചിട്ട് പ്രോസസ്ഡ് ചീസ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, സെൻറ്ററിലേക്ക്. അത് പുറത്തേക്കൊന്നും വീഴാതെ ഇട്ട് കൊടുക്കണം, കാരണം അകത്താണ് നമുക്ക് ചീസ് വേണ്ടത്. പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ട് വേണമെങ്കിൽ അത് ഡ്രൈഡ് ഔട്ട് ആയി പോകും. നമുക്ക് വളരെ ജെൻറ്റ്ലി ആയിട്ട് നമുക്കൊരു മുട്ട അതിനെ നടുക്കിലേക്ക് തന്നെ, ഞാൻ നടുക്ക് കണ്ടുപിടിക്കാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു. നടുക്കിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടാതെ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അതിൻ്റെ മുട്ടേൻ്റെ പൊക്കത്ത് വെതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെപ്പർ വെതറി കൊടുക്കുന്നുണ്ട് ഞാൻ, ഒരു സീസൺഡ് ഫ്ലേവറിന് വേണ്ടി കുറച്ച് പെപ്പറാണ് വെതറി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മുട്ടയിലേക്കും കുറച്ച് പെപ്പർ വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് വെതറി കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് വെതറി കഴിഞ്ഞിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്, ഒരു സീസൺഡ് ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം കൂടി സീസണായി കിട്ടുന്നത് നല്ല രുചിയായിരിക്കും കഴിക്കാൻ തോന്നും. നമുക്കിത് കുറച്ച് നേരത്തേക്ക് അവനിലേക്ക് വെച്ച് കൊടുക്കാം. ജിഗിലാക്കണ കാണുമ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇട്ട് ജിഗിലാക്കി. നമുക്കിത് കുറച്ച് നേരത്തേക്ക് അവനിലേക്ക് വെച്ച് കൊടുക്കാം, ആ എഗ്ഗ് ഒന്ന് ബേക്കാക്കി വരാൻ വേണ്ടി. നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ് ഷൂട്ട്സൊക്കെ എടുത്തു. കാരണം നമ്മളുടെ പീഡേ ബ്രെഡ് ദാണ്ടേ മുറിക്കുന്നുണ്ട്. പീഡേ ബ്രെഡ് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മളൊരു ബ്രെഡ് സ്ലൈസ് പോലെയാണ് മുറിച്ചെടുക്കുന്നത്. വളരെ തിന്നായിട്ട്, അത്ര തിന്നാക്കണ്ട, കുറച്ച് തിന്നാക്കണ്ട, എന്നാലും കുറച്ച് തിന്നാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അമ്മ വന്നേ. എന്താ കുഞ്ഞാ, എന്താണ് പരിപാടി? ഞാൻ സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കി നോക്കി. ആരെല്ലാം കൂടി ഇതാ ചെയ്തത് ഇന്നത്തെ പരിപാടി? ഞാനും പപ്പയും കൂടി ചെയ്തതാ. ആഹാ, കാണാനൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. നല്ല കളർഫുൾ ആയിട്ടില്ലേ? സൂപ്പർ. കഴിച്ചു നോക്കിയൊക്കെ. ഇതാണ് സിൽബിരി. നല്ല പൗച്ച്ഡ് എഗ്ഗ്, അതിന്റെ കൂടെ ഹോം മെയ്ഡ് യോഗോട്ട് ഒക്കെ ഇട്ടിട്ട് ബട്ടർ നല്ല സീസൺ ആക്കി എടുത്തിട്ടുള്ളതാണിത്. ഓക്കെ, നല്ല ടെംപ്റ്റിംഗ് ആണ്. ഓ സൂപ്പർ, ഇത് നോക്കാം, ട്രൈ ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് ടർക്കിഷ് യോഗേർട്ടാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറക്കുന്നതായിരിക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അതായത് ഇതിൻ്റെ വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറക്കുന്നതാണ്. നമുക്ക് ഒന്ന് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ വർണ്ണിക്കാൻ അസാധ്യം. നോ വേർഡ്സ്. ഇത് പുളിപ്പ് അങ്ങനെ ഇല്ല.
നല്ല ടേർട്ടുമാണ്, സ്പൈസിയാണ് ആ സമയം, സോൾട്ടിയാണ്. മൈ ഗോഡ്, സൂപ്പറാണ്. ഇത് ഒരു പ്ലേറ്റിൽ ഉണ്ടാക്കി തന്നാലൊന്നും കൂടുതൽ വായിപ്പിക്കണ്ട, ഞാനും കഴിച്ചോട്ടെ. ക്യാമറമാൻ ഇപ്പോൾ ടേസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ക്യാമറമാൻ എന്താ പറയുക നമുക്ക് നോക്കാം. ഓ ക്യാമറമാൻ ഇവിടെ അത്ഭുതപ്പെട്ടു വീണിട്ടൊക്കെ ഉണ്ട്. സൂപ്പറാണ്. മോശം മോശം. അപ്പൊ പഠിക്കാൻ മറക്കല്ല കേട്ടോ, വീഡിയോസിലേക്കൊക്കെ വരണേ. ബൈ. ഓരോരോ ബുദ്ധി